വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കാത്തു ഗോപു ഒഫീഷ്യൽ. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടിയിട്ട് ഒരു യാത്ര പോവാണ്. കുറച്ച് ദൂരേക്കുള്ള യാത്രയാണ്. കൊല്ലത്ത് പോവാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ. ഞാനും അമ്മയും മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾക്കൊരു കല്യാണം കൂടാനുണ്ട്. ഞങ്ങളുടെ കസിൻ്റെ കല്യാണമാണ്. കൂടാതെ അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലും ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആ അമ്പലത്തിൽ പോകുന്ന വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം വൈകിക്കേണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഞാനും അമ്മയും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്നായിരുന്നു ട്രെയിൻ, 11:30-ക്കായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കയറാമെന്ന് കരുതി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. തൃശ്ശൂരിൽ നിന്നായിരുന്നു കഴിച്ചത്, ഭാരത് ഹോട്ടലിൽ നിന്ന്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ആൻഡ് ഫൈനലി ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും ട്രെയിൻ എത്തി. കുറച്ച് ഡിലേ ആയിരുന്നു ട്രെയിൻ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. സോ നല്ല അടിപൊളി വൈബായിരുന്നു ഞങ്ങളുടെ ട്രാവലിംഗ് ഒക്കെ. ഇതെൻ്റെ ഒരു കസിനാണ് കേട്ടോ എനിക്ക് ഈ വീഡിയോ എടുത്തു തരുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാണ്. ആൻഡ് ഫൈനലി ഞങ്ങൾ കൊല്ലത്തെത്തി. ഇനി 2 പേര് വരാനുണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന്. സോ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾ. അപ്പോഴേക്കും എല്ലാവരും ഒരു ചായയൊക്കെ കുടിച്ചിട്ടിരിക്കാമെന്ന് കരുതി അങ്ങനെ ഇവരൊക്കെ ചായ കുടിക്കുകയാണ്. ആൻഡ് ഞങ്ങൾ ഫൈനലി ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടലിലെത്തി. ഇത് ആക്ച്വലി കല്യാണത്തിന് ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുത്ത് തന്ന ഹോട്ടലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് എത്തി. റൂമൊക്കെ കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നല്ല റൂമൊക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ റൂം. വൃത്തിയൊക്കെ നമുക്കൊരു ആവറേജ് എന്നേ പറയാനുള്ളെങ്കിൽ പോലും ഓക്കെ ആയിരുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങി. ഏതാണ് അമ്പലം എന്നല്ലേ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ അമ്പലം, കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രം. എനിക്ക് തോന്നുന്നു മണി കിട്ടുന്ന അമ്പലം എന്ന് പറയുമ്പോഴായിരിക്കും കുറച്ചുകൂടി എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് പോവേണ്ടത് ഈ ജങ്കാറ് വഴിയാണ് നമ്മൾ പോവേണ്ടത്. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള ജങ്കാർ എത്തി. അങ്ങനെ ഞങ്ങളെല്ലാവരും ജങ്കാറിൽ കയറി. ഇതൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. പിന്നെ കുറച്ച് നാട്ടുകാരുണ്ട് കേട്ടോ. എന്ത് ബ്യൂട്ടിഫുൾ വ്യൂ ആ നോക്കൂ. രാവിലെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അമ്പലവും ആ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടവും ഒക്കെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ജങ്കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അമ്പലത്തിലേക്ക് നടക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. കുഞ്ഞു കുഞ്ഞു കടകളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അമ്മയെ കാണിച്ചില്ല എന്നുള്ള പരാതി വേണ്ട, ഇതെൻ്റെ മാമയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതെൻ്റെ കസിനാണ്, എൻ്റെ ഒപ്പമുള്ളത്. അമ്മയും വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് അമ്പലത്തിനുള്ളിലേക്ക് എത്തി. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഈ ബീച്ചാണ് കേട്ടോ. അമ്പലത്തിൻ്റെ പുറകുവശം കടലാണ്. ഇത് രസമാണെന്ന് അറിയും. അത് നേരിട്ട് കണ്ട് തന്നെ ആ ഒരു ഭംഗി നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ പറഞ്ഞത്, മണി കെട്ടുന്ന അമ്പലം. ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ആഗ്രഹിച്ച് മണി കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഞാനിത് 2ാമത്തെ തവണയാണ് വരുന്നത്. പിന്നെ അവിടെ കുറേ അമ്മമാരും ചേച്ചിമാരൊക്കെ പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ പൊങ്കാല പ്രസാദം കഴിച്ച് അമ്മയും നന്നായി തൊഴുത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി.